ഇന്ന് കൗമാരക്കാരായ കുട്ടികളെയും കൊണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ്. കണ്ണീരൊഴുക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇവരൊക്കെ വരും. വന്ന ശേഷം എന്നോട് പറയും, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്നറിയാമോ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഒരു പുച്ഛഭാവമാണ്. ഞങ്ങളൊന്നും ഞങ്ങളുടെ മാതാപിതാക്കളോട് ഇങ്ങനെ ആയിരുന്നില്ല. ഒരു കാര്യമൊക്കെ 10 പ്രാവശ്യം പറഞ്ഞാലും അവൾ കേൾക്കില്ല. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്തു വയ്ക്കും. വൃത്തി എന്ന് പറഞ്ഞതില്ല. ഡ്രസ്സ്, അണ്ടർ ഗാർമെൻറ്റ്സ് പോലും അവൾ കഴുകില്ല. പല്ല് തേക്കാൻ പറഞ്ഞാൽ പുച്ഛം, കേൾക്കില്ല. കുളിക്കാൻ പറഞ്ഞാൽ പുച്ഛം. എന്ത് പറഞ്ഞാലും ഒരു സാമട്ട്. കേട്ടോന്ന് ചോദിച്ചാൽ കേട്ടു. അതും ദേഷ്യത്തോട് ചാടിക്കടിച്ചാണ് പറയുക. ഞങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെയായാൽ? സ്കൂള് വിട്ട് കഴിഞ്ഞാൽ പുസ്തകം ഒരു സ്ഥലത്ത്, ഡ്രസ്സ് ഒരു സ്ഥലത്ത്, ചെരുപ്പ് ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ടേക്കണം. ഞാൻ ഫോട്ടോ ഇട്ട് വരാമെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം ഇതെന്നാണ് ചോദിക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞത് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചില കുട്ടികളെ സംബന്ധിച്ച് അവർ വീട്ടിലാണ് പ്രശ്നക്കാർ, സ്കൂളിൽ അത്ര പ്രശ്നക്കാരായിരിക്കില്ല. ചില കുട്ടികൾ സ്കൂളിലായിരിക്കും പ്രശ്നക്കാർ, വീട്ടിലായിരിക്കും. ചില അമ്മമാർ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുട്ടികളൊക്കെ മാതാപിതാക്കൾ വന്നു കഴിഞ്ഞാൽ പറയും, എൻ്റെ കുട്ടി വീട്ടിൽ നല്ല കുട്ടിയാണ്, നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. നേരെ തിരിച്ചുണ്ട്. ചില മാതാപിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പറയുകയോ, കുട്ടി എന്നെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. കാരണം കുട്ടി ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? 2 ജനറേഷനിലുള്ള വ്യക്തികളാണ് ഈ കിടന്ന് കളിക്കുന്നത് മൊത്തം, അല്ലേ? അതുകൂടാതെ വീട്ടിൽ അപ്പാപ്പനും അമ്മാമ്മ ഇവിടെ ഉണ്ടെങ്കിലോ തീർന്നു കഥ. 3 ജനറേഷനായി കിടന്ന് കളിക്കുക. 3 തരത്തിൽ ട്രയാങ്കിൾ രീതിയിൽ നിന്ന് വഴക്ക് തുടങ്ങും, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരും ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അമ്മമാർ പറയാറുണ്ട്, ഇവക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ, എൻ്റെ സ്ഥാനത്ത് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ. പിന്നെ ഫുഡിനെ പറ്റി അവർ വളരെ ഉത്കണ്ഠയോട് കൂടിയാണ് പറയുന്നത്. ഒരു കറക്റ്റായി ഈറ്റിംഗ് ഹാബിറ്റ് ഇല്ല. ഒരു പച്ചക്കറി കഴിക്കില്ല, പഴങ്ങൾ കഴിക്കില്ല, എല്ലാം ജങ്ക് ഫുഡിനോടാണ് താല്പര്യം. കൊക്കക്കോള, പെപ്സി, കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം പോലെ കഴിച്ചോളും. ഞങ്ങൾക്ക് പേടിയാവുകയാണ് ഈ കുട്ടിയുടെ ഫുഡ് കഴിക്കലും ഇവരുടെ ബോഡി വെയിറ്റൊക്കെ കണ്ട ശേഷം. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത മട്ട് ടി വിയിലും മൊബൈലിലും നോക്കിയിരിക്കും. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ ഒച്ച ഉണ്ടാക്കും. ആ ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ അയൽവക്കംകാർ കേൾക്കുമല്ലോ എന്ന് കരുതി ഞങ്ങൾ സൈലൻ്റ് ആവും. അതും ഇപ്പം അവളൊരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചേക്കുവാണ്. ഇങ്ങനെ നീണ്ടു പോകുന്നു ഇവരുടെ കഥകൾ. സത്യത്തിൽ 2 ജനറേഷൻ തമ്മിലുള്ള ഫൈറ്റിംഗ്, അല്ലേ? നമ്മളൊന്ന് മനസ്സിലാക്കുക, കുട്ടികൾ നമ്മളുടെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമോ? നമ്മൾ പറയാറുണ്ട് സാധാരണ, മാതാപിതാക്കളെ നിങ്ങൾ മക്കളെ തല്ലരുതെന്ന്. കാരണം നിങ്ങൾ തന്നെയാണ് അവർ, അല്ലേ? നമ്മളുടെ ദേഷ്യവും നമ്മുടെ വാശിയും നമ്മുടെ ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾക്കിപ്പോൾ കാലം നമ്മളെ കുറച്ച് മാറ്റിയെടുത്തേക്കുന്നതാണ്. നമ്മളുടെ കൗമാരക്കാരെ സംബന്ധിച്ച് അവർ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ തലച്ചോറിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസൊക്കെ അവർ ഒരു 2 കട്ടയിൽ നിർത്തേണ്ട ഇമോഷൻസ് അവർ 4ആയിട്ട് എടുക്കും. നമ്മളോ 2 കട്ടയിൽ നിൽക്കേണ്ട ഇമോഷൻസ് നമ്മൾ 1ആയിട്ട് എടുക്കും. കാരണം നമ്മുടെ പ്രായത്തിൻ്റെ പക്വത ഇരുത്തം വന്നു കഴിയുമ്പോൾ. പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പ്രകടിപ്പിക്കാൻ അവസരങ്ങളില്ലാത്തതുകൊണ്ട് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ശബ്ദം ഉയർത്തി സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. അവർ കൺഫ്യൂഷനിലേക്ക് പോവുള്ളൂ. ആ സമയം കൊണ്ട് അവർ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പിന്നെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവരുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ പീരീഡിലൂടെയാണ് പോണേ. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ട് ആ കുട്ടികളെ ഉദാഹരണത്തിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക. റിസ്ക് ടേക്കിങ്ങിൻ്റെ ഒരു കാലമാണ് ഈ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അവരെ പേടിപ്പിക്കുകയല്ല വേണ്ട, നീ അതിലേക്കൂടെ പോയാൽ അങ്ങനെയാവും എന്നുള്ളതല്ല, ഉദാഹരണ സഹിതമൊക്കെ പറയുക. അതുകൂടാതെ നമ്മളൊരു ലക്ഷ്യം കാണിച്ചു കൊടുക്കുക. ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ കുഞ്ഞുങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോവാതെ ഇരിക്കും. പിന്നെ നമ്മളൊരു ടൈം ഷെഡ്യൂള് അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ മക്കളെയോടെ ഇരുത്തിയിട്ട്, മോളെ ഈ എല്ലാ കാര്യത്തിനും അച്ഛനും അമ്മയ്ക്കും നിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ അത് നോക്കി ആ കുഞ്ഞിനോട് രാവിലെ തൊട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുക. ഈ 12, 19 ആ വയസ്സിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയമാണ്, ഹോർമോണൽ ചേഞ്ചസിൻ്റെ സമയമാണ്. നമ്മുടെ ബോഡി
ചേഞ്ചസിൻ്റെ സമയമാണ്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വൈകാരിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങളോട് ഇടപഴകുക. അമിതമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാതെ സൈലൻ്റായിട്ട് സംസാരിക്കുക. ശരിയാണ്, മാതാപിതാക്കൾ പറയാറുണ്ട് ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക ഞങ്ങൾ കണ്ടു എന്ന്. സത്യമാണ്, എല്ലാവരും അത് തന്നെയാണ് അവസ്ഥ. എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ നമ്മൾ അതൊരു തന്മയത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് ക്ഷമയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുക. ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായി പോകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചേക്കണത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തല കയറ്റിയിട്ട് വളർത്താതെ ഇരിക്കുക. കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മളൊരു അച്ചടക്കം പാലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേലെ അധികം ടെൻഷൻ അടിക്കേണ്ട വരില്ല. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ കുഞ്ഞിൽ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അച്ചടക്കവും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതെല്ലാം കൊടുത്ത് വളർത്തും. കുഞ്ഞുങ്ങൾ തല പൊക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതുങ്ങളെ അടിച്ചമർത്താൻ നോക്കിക്കൊണ്ട് ഫലമില്ല. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ. മാതാപിതാക്കളോട് എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, അരമണിക്കൂർ നമ്മളുടെ കുട്ടികളുടെ കൂടെ നമ്മൾ സംസാരിക്കാൻ ചിലവഴിക്കണം. അത് ചെറുപ്പകാലം തൊട്ട് ശീലമിടണമെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കൗമാരത്തിൽ ഈ കുട്ടി ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊന്ന് വളരെ വയലൻ്റ് ആവുന്ന വീട്ടിൽ കിടന്ന് അങ്ങനെയാണെങ്കിൽ വരും. നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പെട്ടെന്ന് വരും ശാന്തമായിട്ട്. കാരണം എന്താ, അവൾക്ക് അങ്ങനെ ഒരു ശീലം അല്ലെങ്കിൽ അവനൊരു ശീലമുണ്ട് ഇങ്ങനെ അരമണിക്കൂർ സംസാരിച്ച്. ആ സമയത്ത് നമുക്ക് സംസാരിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും. ആ പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷനും കണ്ടെത്താൻ പറ്റും. പക്ഷെ മാതാപിതാക്കൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ ശബ്ദം ഉയർത്തിയല്ല സംസാരിക്കേണ്ടത്. എന്നും സംസാരിക്കുന്ന പോലെ തന്നെ ശാന്തമായിട്ടിരുന്ന് ആ കുഞ്ഞിനെ കേൾക്കുക. ആ കുഞ്ഞിനെ കേൾക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യം. കുഞ്ഞിനെ കേട്ട് കഴിയുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ കുറേ സോൾവ് ആവും. മാതാപിതാക്കളെയും കേൾക്കാൻ തയ്യാറാവണം കുട്ടി. പറയണം, ഇനി അച്ഛനെയും അമ്മേനെയും കേൾക്കൂ. അച്ഛനും അമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ശാന്തമായിട്ടിരുന്നൊരു ഡിസ്കഷൻ വരുമ്പോൾ തന്നെ അവിടെ ഒത്തിരി കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാവും. മാതാപിതാക്കളോടും കുട്ടികളോടും പറയാറുണ്ട്, നമ്മളൊരു ഡെയിലി റൊട്ടീൻ, ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. അതിനകത്ത് കുട്ടി തന്നെ ഇരുന്നല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ ഇരുന്നല്ല ചെയ്യേണ്ടത്. രണ്ടുപേരുടെയും ഇൻവോൾവ്മെൻ്റ് ഒപ്പം വേണം. മാതാപിതാക്കളും കുട്ടി ഇരുന്ന് അത് സെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കളൊന്ന് ചിന്തിക്കുക, സ്റ്റഡി എന്നുള്ളത് മാത്രമല്ല, പഠിക്കാനും എൻ്റർടൈൻമെൻറ്റിനുമുള്ള സമയം അതിനകത്ത് കാണിക്കണം. എൻ്റർടൈൻമെൻറ്റിന് 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് കാണിക്കണം. മാതാപിതാക്കൾ സംസാരിക്കേണ്ട ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ് QT എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കോൾ അവിടെ ബാക്കി വെക്കണം. 30 മിനിറ്റ്. ഇനി കുട്ടിക്ക് വല്ല ഔട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ എക്സർസൈസോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് അതിനും മാറ്റി വയ്ക്കുക.